കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ. കരങ്ങൾ വീശുന്നു ചേർന്ന് ആരാധന 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 ആരാധന. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ.
അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന 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 യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ഹല്ലേലൂയ, മഹത്വം, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം. Praise the Lord. Praise the Lord. ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധന കൂടിയപ്പോഴേ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്നു. ആരാധനയല്ല, അച്ഛൻ്റെ കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങനെ മനസ്സിൽ ഇങ്ങനെ കയ്യും കൂപ്പി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു. അതിപ്പോൾ ഈശോ എന്നെ ഓർപ്പിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പം ഈശോ ഇപ്പോഴും അത് റൈറ്റ് ഓഫ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു. അതെന്ന് വെച്ചാൽ ഞാൻ 87 അച്ഛനായത്, ഞാൻ 85 അച്ഛനായത് അവസാനം. ഇപ്പോൾ 87 ഞാൻ ഈ കാട്ടൂർ പള്ളിയിൽ, ഈ പടിഞ്ഞാറ് വശത്തൊരു പള്ളിയുണ്ട്, അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അകന്ന ബന്ധു എന്നെ കാണാൻ വന്നു. എന്നെ കാണാൻ വന്നിട്ട് എന്നോട് സാമ്പത്തികമായ സഹായം ചോദിച്ചു. അപ്പം അന്ന് എൻ്റെ ശരിക്കും പറഞ്ഞാൽ പൈസ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. എങ്കിലും എനിക്ക് ഈ ബന്ധുവിനെക്കുറിച്ച് അറിയാം. അയാൾ പലരോടും ഇങ്ങനെ ബന്ധുക്കളുടെ പൈസ വാങ്ങിക്കുന്ന ആളാണ്. പക്ഷെ പുള്ളിക്കാരൻ ആർക്കും ഒന്നും കൊടുക്കത്തുമില്ല, അങ്ങനെ ടൈപ്പാണ്. അപ്പം അതെൻ്റെ മനസ്സിലേക്ക് ആളെ പേഴ്സണൽ അറിയാവുന്ന കാരണം കിട്ടാനുള്ളതെന്നൊക്കെ കിട്ടണോടത്ത് മേടിച്ചെടുക്കുക, ആർക്കും ഒന്നും പുള്ളി കൈ നനച്ചൊന്നും ചെയ്യത്തുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ പണി എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളിനി ഞാൻ കാട്ടർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ സങ്കടപ്പെട്ടു പോയി. ഇപ്പം കുർബാനയ്ക്ക് രാവിലെ പറഞ്ഞ് ആ കക്ഷിയുടെ സങ്കടം ഇപ്പോഴും കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വല്ലാണ്ടായിപ്പോയി. നോൻപ് കാലമല്ലേ, നമ്മൾ മറന്ന സാധനമൊക്കെ കർത്താവ് മറന്നിട്ടില്ല. ഞാൻ മറന്നു പോയതാണ്, പക്ഷെ കർത്താവ് മറന്നിട്ടില്ല. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്ക് അടിച്ചു പോകാം, ദൈവത്തിൻ്റെ ഹാർഡ് ഡിസ്ക് അടിച്ചിട്ടില്ല. ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം റീടേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് സമയമുണ്ട് പരിഹാരം ചെയ്യാൻ. സമയമില്ലാത്ത സമയം വരും. അതുവരെ കാത്തു നിൽക്കാതെ അനുതാപപ്പെടാൻ വേണ്ടി കർത്താവ് നിങ്ങളെ പഴയ ഓർമ്മകളിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോഴേ അനുതാപത്തിൻ്റെ കാലത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു മനുഷ്യരെ ദുഃഖിപ്പിച്ചത്, അപ്പോൾ കർത്താവിനോട് വേറെ ഒരു കാര്യം പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നീചനായിരിക്കുമെന്ന് തോന്നി. അത്രയ്ക്ക് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് അവിടെ ഇരുന്ന് പറഞ്ഞു. ഇന്ന് മുഴുവനും എന്നെ കുറ്റം പറയുകയായിരുന്നു കർത്താവ് അവിടെ മുഴുവനും. എന്നോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഞാൻ അമ്പലപ്പുഴ ഇരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അന്ന് ഈ വള്ളക്കര കുത്തി പ്രാർത്ഥിക്കാൻ വരും. ഞാനാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വിശന്നാൽ പിന്നെ എനിക്ക് സങ്കടം, എനിക്ക് ഈ അൾസറൊക്കെ പിടിച്ച് വലിയ ഒരു അരിശമായിരിക്കും ഭയങ്കര. അപ്പം ഞാനിങ്ങനെ പള്ളിയിലെ കുർബാന അന്ന് 1.5 മണിക്കൂറാണ് കുർബാന, 1:45 ആവും. കാറ്റഗീസവും ഈ അറിയിപ്പും ഒക്കെ കഴിയുമ്പോൾ ഞാൻ ഒരു കണക്കിനടുത്തിട്ട് കാപ്പ് കുടിക്കാൻ വേണ്ടി ഓടി എൻ്റെ മേടയിൽ കയറണത്. അപ്പോൾ ഒരു ചേട്ടാ നിർത്തിയെടുക്കൊണ്ട്, അച്ഛാ 100 രൂപ വേണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് താഴ്പോടുമെന്ന് പറഞ്ഞ്, ഇത് ആൾക്കാരൊക്കെ മാറട്ടെന്ന് പറഞ്ഞ്. പെട്ടെന്ന് പറഞ്ഞ് താമ്പോളൂ ഈ ആൾക്കാരൊക്കെ മാറട്ടെ. അച്ഛാ ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി അതിനേക്കാൾ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ അത്രയും ഉദ്ദേശിച്ചില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, അകത്തൊരു കാപ്പിയെ കുടിച്ച് ശരീരമൊക്കെ തണുത്തിട്ട് വന്നിട്ട് ഈ ആൾക്കാരൊക്കെ എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്ത് വിടാൻ. ഞാൻ എല്ലാ ആഴ്ചയും കൊടുക്കണമാണ് പൈസ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് ഈ ആൾക്കാരുടെ തിക്കിൽ ആൾക്കാരെല്ലാം എന്നെ കാണാൻ വന്ന് നിൽക്കുകയാണ്. അതായത് എന്നെ കാണാൻ ആത്മീയമായ കാര്യത്തിനല്ലാതെ ഭൗതികമായ കാര്യത്തിന് വന്നവൻ ആത്മീയ കാര്യത്തിൽ വന്നേക്കാൾ ഇടിച്ചതല്ലേ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് വിറഞ്ഞത്. പക്ഷേ ഇങ്ങനെ വിറഞ്ഞെങ്കിലും പിന്നീട് ഈ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ട്
അയാളെ കണ്ടില്ല. പിന്നെ 8 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ലക്ഷണമുള്ള ഒരു ചേട്ടായി എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ ഞാനോർത്ത് അയാളുടെ ലക്ഷണമാണ് ഇയാൾക്ക്. അപ്പോൾ എന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ്, അച്ഛാ എൻ്റെ അപ്പൻ അച്ഛനെ എപ്പോഴും വന്ന് കാണാറുണ്ട്, എൻ്റെ അപ്പനെ അച്ഛനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പോയ ദിവസം മരിച്ചു പോയെന്ന് പറഞ്ഞ് വീട്ടിൽ. അപ്പോഴും അവസാന കാലമായിരുന്നു അങ്ങേരുടെ. അപ്പോൾ എനിക്ക് അവസാനം അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അതിപ്പോൾ രാവിലെ ഈശോ പറഞ്ഞു, അന്ന് നിന്നെ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഇനി ദേഷ്യപ്പെട്ടില്ല, മാറി നിൽക്ക്, ആൾക്കാരോട് വിട്ടിട്ട് ഞാൻ തരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതും ദൈവം ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ എനിക്ക് സമയമുണ്ട്, കർത്താവിനെ ഓർപ്പിച്ചല്ല, അതുകൂടി റൈറ്റ് ഓഫ് ചെയ്യണമെന്ന്. അപ്പോൾ കർത്താവ് വേറൊരു കാര്യം എന്നോട് പറഞ്ഞു, ഇന്ന് കുറേ കാര്യം എന്നോട് പറഞ്ഞു. എൻ്റെ അപ്പൻ എന്നോടൊരു ദിവസം പറഞ്ഞ്, എടാ എൻ്റെ കൂടെ ഒന്ന് ആശുപത്രി വരുമോ എന്ന് ചോദിച്ചു. 10ാം ക്ലാസ്സിൽ. അപ്പോൾ എനിക്ക് പരീക്ഷയാണ്, മോഡൽ എക്സാമാണ്, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ അമ്മയോട് അപ്പം പറഞ്ഞ്, എൻ്റെ കൂടെ ആശുപത്രി വരികയെന്ന് അവൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അമ്മ രാവിലെ പറഞ്ഞ്, ഇന്നലെ അപ്പം പറഞ്ഞല്ല, അപ്പൻ്റെ കൂടെ ആശുപത്രി പോകത്തില്ലെന്ന് പറഞ്ഞല്ല. എനിക്ക് പഠിക്കാനില്ലേ? അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പൻ ആശുപത്രി പോയി, ഒറ്റക്ക് പോയി. പിന്നീട് ഞാൻ അപ്പൻ്റെ അടുത്ത് പല പ്രാവശ്യം പോയി, നടന്ന് തന്നെ പോയി. 2 കിലോമീറ്റർ, അതായത് 2.5 മൈൽ നടന്ന് പോകണം അപ്പൻ്റെ ആശുപത്രി പോകണമെങ്കിൽ. വള്ളമൊക്കെ കയറി ഞാൻ നടന്ന് തന്നെ പോയി, ഞാൻ തിരിച്ച് നടന്ന് തന്നെ വന്നു. പക്ഷെ അപ്പനെ കൊണ്ടുപോകുന്ന വള്ളത്തിലാണ് പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ നിസ്സാരമെന്നും അന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ വിഷയങ്ങളെല്ലാം ഇപ്പോഴും ഡിലീറ്റായിട്ടില്ല. ഉടമ്പടി എടുത്തൊക്കെ കാര്യം ശരിയാണ്. മാതാവ് എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവം എന്നെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അത് യോഗ്യത കർത്താവ് അല്ലെങ്കിൽ എൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് ഇപ്പോഴും സങ്കടങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇതുപോലെ സങ്കടങ്ങളുണ്ടോ എന്ന് തിരിച്ചിട്ട് വേണം നോൻപ് കാലത്തിൻ്റെ അനുതാപത്തിലേക്ക് ഉടമ്പടി പ്രകാരം പ്രവേശിക്കാൻ. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടികള് ബലവത്താകുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിലെ നിന്റെ മനസ്സിലെ ഇപ്പോഴും മായാതെ നിൽക്കുന്ന തിന്മകളെ ഓർത്തുകൊണ്ട് അനുദപിച്ച് ആത്മാവിന്റെ കണ്ണീരില്, അനുതാപത്തിന്റെ കണ്ണീരില് ആത്മാവിനെ കഴുകുവാൻ അഭിഷേകം ചെയ്യണമേ. ആരാധന, മഹത്വം, മഹത്വം. ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, സ്വന്തമാക്കണമേ. കർത്താവ് 2 തരം മനുഷ്യരെയാണ് തിരിച്ചിരിക്കുന്നത്. കുറേ പേര് അനുതാപം ആവശ്യമുള്ളവരെന്ന് തിരിച്ചിട്ടുണ്ട്. ഈ അനുതാപം ആവശ്യമില്ലാത്തവരുമുണ്ട്. അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ ദൈവത്തിന് ഇഷ്ടം അനുതാപം ആവശ്യമുള്ളവരെയാണ്. ലൂക്കായുടെ സുവിശേഷം 15:7. ലൂക്കാ 15:7. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ദൈവം അനുതാപത്തെ 2ആയിട്ട് തിരിക്കുന്നു. അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യരെ,
പിന്നെ എന്താണ് അനുതാപം ആവശ്യമുള്ള മനുഷ്യർ. ഈ അനുതാപം ആവശ്യമുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഫോക്കസിങ്ങിലുള്ളത്. അവരനുദപിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ കൂടുതൽ ദൈവത്തിന് സന്തോഷമുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അനുതാപം ആവശ്യമുള്ള ആൾക്കാർ അവരെ തന്നെ രണ്ടായിട്ട് ദൈവം തിരിച്ചിട്ടുണ്ട്. അനുതാപം ആവശ്യമുണ്ട്, പക്ഷേ ദൈവം അവസരം കൊടുത്തിട്ടില്ല. അതാണ് അനുതാപം ആവശ്യമുണ്ട്, പക്ഷേ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ? എനിക്ക് അവസരം കിട്ടില്ലേ? അതാ വിഷയം. അനുദപിക്കാൻ അവൻ അവസരം കൊടുത്തില്ല. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹെബ്രായർ 12:17. ഹെബ്രായർ 12:17. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യേശാവിൻ്റെ കാര്യമാണ്. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. കണ്ട ട്രാജഡി കണ്ട. മനുഷ്യരെങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കുന്നത്? ഒന്ന്, അനുതാപം ആവശ്യമില്ലാത്തവർ വിശുദ്ധന്മാരായിരിക്കാം, പക്ഷേ അവരെക്കാൾ ദൈവത്തിന് സന്തോഷം ആരാണ്? പാപിയുടെ അനുതാപം ആവശ്യമുള്ളവരെയാണ്. ഈ അനുതാപം ആവശ്യമുള്ളവർ തന്നെ രണ്ട് തരമുണ്ട്. എന്താണ്? അനുദപിക്കാൻ അവസരം കൊണ്ട് കിട്ടിയവരും കിട്ടാത്തവരും. അത് ഈ അനുദപിക്കാൻ ആവശ്യമുണ്ടായിട്ടും അവസരം കിട്ടാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് തന്നെ നരകത്തിന് അടിപ്പെട്ടു പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് അവസരം മുതലാക്കാൻ നോക്കണം. നിങ്ങൾ പേരെ പല അവസരങ്ങളും ജഡിക മനുഷ്യൻ മുതലാക്കുന്നുണ്ട്. കണ്ണിന് ദുരാശ, ശരീരത്തിന് ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത കൊണ്ടുണ്ടാക്കുന്ന പല അവസരങ്ങളും നമ്മൾ മുതലാക്കും. പക്ഷെ അനുദപിക്കാനുള്ള അവസരം മുതലാക്കത്തില്ല. ദാറ്റ് ഈസ് അവർ ട്രാജഡി. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ അനുദപിക്കാനുള്ള ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് യേശുവേ അനുദപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കർത്താവേ, അഗ്നിയിൽ കത്തട്ടെ. കർത്താവേ, അഗ്നിയിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. വളരെ ഹൃദ്യതയോടുകൂടി ഈശോ നമ്മോട് സംസാരിച്ച ഒരു ദിവസമാണ്. നമ്മുടെ ജീവിതത്തെയും നോയമ്പ് കാലത്തെയും കണക്കിലെടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് ഉപദേശം നൽകിയത് അനുതാപത്തിൻ്റെ അവസരത്തിനൊത്ത് നിങ്ങൾ ഉയർന്ന് ദൈവത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കേണ്ട ഒരു കാലമാണിത്. കർത്താവേ, മക്കൾ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ, നിൻ്റെ തിരുമുറിവാളുന്ന വലത് കരം, ആണിപ്പെടുതാടുന്ന അത്ഭുത കരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ.
കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഉച്ച മുതൽ ഉള്ളംകാല് വരെ, ആരാധന. കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം നിങ്ങൾക്ക് തളിക്കപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടർന്നിറങ്ങട്ടെ. മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. പിൻകഴുത്തിലെ വേദന, സ്പോണ്ടിലോസിസ്, കർത്താവെ, പിൻകഴുത്തിൽ മുഴ പോലെ ഇരിക്കുന്ന സ്ത്രീയെ കർത്താവ് സുഖപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുണ ചൊരിയണമേ. കർത്താവിൻ്റെ ശക്തി, ആന്തരിക അവയവങ്ങൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ച രോഗികൾ അവിടെ ഓപ്പറേഷൻ മാറ്റിവെക്കുന്നതായിട്ടും വേണ്ടെന്ന് പറയുന്നതായിട്ടും ഈശോ കാണിക്കുന്നുണ്ട്. അങ്ങനെ 8 പേരെ കാണിക്കുന്നുണ്ട്. കർത്താവ്, തളർന്നുപോയ കൈകൾ, ബ്ലോക്കായിട്ടുള്ള ശ്വാസകോശങ്ങൾ, കർത്താവ്, പതിര, ചുരുങ്ങുന്ന പതിര, വലുതാകുന്ന ഷ്രിങ്ക് ചെയ്യുന്ന കിഡ്നികൾ, ചെറുതാകുന്ന കിഡ്നികൾ, ചെറുതാകുന്ന ശ്വാസകോശങ്ങൾ, കർത്താവ്, ശരീരത്തിലെ ബ്ലോക്കുകൾ, സിസ്റ്റുകൾ, കർത്താവ്, തലച്ചോറിൻ്റെ ബ്ലോക്കുകൾ, കർത്താവ്, അങ്ങയുടെ തിരുസരി സൗരിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ 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 സ്പർശിക്കണമേ. കർത്താവ്, മാർഗരോഗങ്ങൾ, ശിരാവേദികൾ, ആന്തരിക അവയവങ്ങൾ, അസുഖങ്ങൾ, സോറിയാസിൻ്റെ അസുഖങ്ങൾ, കർത്താവ്, 2 പേര് കർത്താവ് മരണക്കിടക്കയിൽ നിന്ന് കർത്താവ് അങ്ങ് സംരക്ഷിക്കുന്ന നന്ദി പറഞ്ഞ കർത്താവ്. തൊണ്ടയിലെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, തൊണ്ടയിലെ ക്യാൻസർ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൊണ്ടയിലെ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദരത്തിൽ കല്ലുപോലെ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ യേശുവിൻ്റെ വിശുദ്ധ രക്തത്താലും യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും ഈശോയെ ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ, ദൈവപിതാവേ, നിന്റെ നാമം ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ആരാധന, മഹത്വം, ആരാധന, ആരാധന. സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, സന്തോഷമായിരിക്കണം. കർത്താവ് ഇത്രയും വചനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിലനിൽപ്പിൻ്റെ വരമാണ് ഈശോ നൽകിയത്. അനുതാപിക്കുന്ന ആൾക്കാരെ കർത്താവ് പലതായിട്ട് തിരിച്ചു. ആവശ്യമില്ലാത്തവരുണ്ട്, ആവശ്യമുള്ളവരുണ്ട്, ആവശ്യമുള്ളവർക്ക് അവസരമുള്ളവരുണ്ട്, അവസരമില്ലാത്തവരുണ്ട്. ഇതെല്ലാം കർത്താവ് തിരിച്ചത് അൾത്താർ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ അനുതാപത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ഒത്തിരിയേറെ മക്കൾ ഭൗതികമായ സാഹചര്യത്തെ ഞെരുങ്ങുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട്, ലേലത്തിൽ വസ്തുക്കൾ വെച്ച് പോയവരുണ്ട്, കർത്താവ് വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാതെ തോറ്റുപോയവരുണ്ട്, പരീക്ഷയ്ക്ക് പണം കൊടുത്ത് കിട്ടാത്തവരുണ്ട്, പണം കൊടുക്കാൻ ഇല്ലാത്തവരുണ്ട്, തിരിച്ചു പോരാൻ പറ്റാത്തവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ. നാട്ടിൽ തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ട്, നാട്ടിൽ തൊഴിലിൻ്റെ പരീക്ഷ എഴുതിയവരുണ്ട്, അതുപോലെ തന്നെ വിവാഹ തടസ്സമുള്ളവരുണ്ട്, വിവാഹത്തിന് മക്കളില്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ഉറഞ്ഞ വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, കലഹങ്ങളുള്ള വീടുകളുണ്ട്, അയൽവാസികൾ ഭിന്നതയുള്ള വീടുണ്ട്, കേസുള്ള വീടുകളുണ്ട്. എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ കരുത്ത്, ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ വിടുതൽ പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും ദൈവനാമന്റെയും അമ്മയുടെ നാമം മഹത്വപ്പെടുവാൻ നന്ദി. ആരാധന.
മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾ, നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഒക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ദൈവമാതാവിൻ്റെയും മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുകടക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശ്വാസത്തെയും പ്രത്യാശയും ദൈവസ്നേഹത്തെയും ഊതിക്കത്തിക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യണമേ, കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ